PC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി തന്നെ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്, ഇപ്പോൾ നാളെ പഠിക്കേണ്ട ടോപ്പിക് എന്താണെന്നുള്ളത് ഇന്ന് രാത്രി തന്നെ നമ്മൾ ടെലിഗ്രാമിൽ മെൻഷൻ ചെയ്യും. നമ്മൾ പിറ്റേ ദിവസം കാലത്ത് അതിൻ്റെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അന്ന് രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ ഡിസ്കഷൻ ലൈവായിട്ട് രാത്രി 8 മണിക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCERT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം തന്നെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ദിവസം തന്നെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും PYQ ഡിസ്കഷൻ സെഷനും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ ആക്റ്റീവായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന പിള്ളേരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി പറ്റും. നമ്മുടെ കഴിഞ്ഞ LDC 2024 നമ്മൾ ഇതുപോലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൃത്യമായിട്ട് അവസാനം വരെ ഫോളോ ചെയ്ത് പഠിച്ച എല്ലാവരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പരീക്ഷ എഴുതി നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിനാദ്യം തന്നെ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണേ. ടെലിഗ്രാമിലാണ് നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോൾസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും ടെലിഗ്രാമിലൂടെയാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം പഠിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഭരണഘടനാ സ്ഥാപനം, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു ക്ലാസ് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ജസ്റ്റ് ഇപ്പം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതുമായ സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ആർട്ടിക്കിൾ 324 അതിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ 324 പറയുന്നുണ്ട്. അപ്പോൾ അതിൻ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോം ആയിട്ടുള്ളത്. അതേപോലെ ആർട്ടിക്കിൾ 280 ഭരണഘടനയിൽ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ UPSC, PSC എന്നിവയെക്കുറിച്ച് ആർട്ടിക്കിൾ 315 പ്രതിപാദിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് എന്ത് നിലവിൽ വരുന്നത്? PSC എല്ലാം നിലവിൽ വരുന്നത്. അപ്പോൾ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് അതിൻ പ്രകാരം അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, UPSC, PSC, ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, GST കൗൺസിൽ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇതെല്ലാം എന്തിൽ വരും? ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വരും. ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിച്ച് അതിനനുസരിച്ച് രൂപം കൊണ്ടതാണ്. ക്ലിയർ ആണല്ലോ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ളത്? ക്ലിയർ. ഇനി എന്താണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തുകൊണ്ടാണ് അവയെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച്, ഈ പറയുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. അവ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഏതെങ്കിലും നിയമം അനുസരിച്ച് രൂപം കൊണ്ടതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാം. ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്കറിയാം, 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. അതേപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ, ഗ്രീൻ ട്രൈബ്യൂണൽ, അതുപോലെ തന്നെ SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഉപഭോക്തൃ കമ്മീഷൻ, ഇതെല്ലാം എന്താണ്?
പാർലമെന്റിന്റെ ഏതെങ്കിലുമൊക്കെ നിയമം അനുസരിച്ച് രൂപം കൊണ്ടതാണ്. ഇവയെക്കുറിച്ചൊന്നും നമ്മുടെ ഭരണഘടനയിൽ എവിടെയും തന്നെ പരാമർശിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. അപ്പൊ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണ് എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ഭരണഘടനാ സ്ഥാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഭാഗം 15 കേട്ടോ. 15 ഭാഗം 15 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാ? ഭാഗം 15. അപ്പോൾ ഈ പറയുന്ന ഭാഗം 15 ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെ? ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഭാഗം 15 എത്ര ആർട്ടിക്കിളാണ് ഉൾക്കൊള്ളുന്നത്? 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്നത്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞു, ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, 326 അല്ലെ. 324 329 ഇടയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് 326. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചേക്കൂ, PSCയുടെ സ്ഥിരം ചോദ്യമാണ്. 326 പറയുന്നത് എന്താ? വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലെ. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326. അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ എന്താ എല്ലാവർക്കും 18 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 326 എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 326 അതുമായി ബന്ധപ്പെട്ട ഭേദഗതി നമ്മൾ പഠിച്ചു അല്ലെ. 61-ാം ഭേദഗതി നമ്മൾ പഠിച്ചു. 1989 വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭേദഗതിയാണ് 61-ാം ഭേദഗതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ 326 പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോട്ട് വരാം. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടത് എപ്പോഴാണ്? 1950 ജനുവരി 25. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ആ രൂപം കൊണ്ട ഈ ജനുവരി 25 എന്ന് പറയുന്ന ദിവസമാണ് നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ദേശീയ സമ്മതിദായക ദിനം എന്നാണ് മലയാളത്തിൽ പറയുക. ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി 25. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപം കൊണ്ടത് 1950 ജനുവരി 25. ആ ജനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. സുകുമാർ സെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സുകുമാർ സെൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാ? രൂപം കൊണ്ടത് 1950 ജനുവരി 25 പറഞ്ഞു. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നിർവാചൻ സദൻ. നിർവാചൻ സദനാണ് ആസ്ഥാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർവാചൻ സദനാണ്. നിർവാചൻ സദൻ.
ഈ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്, എവിടെ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്? പൊതു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ്. ഓക്കെ, ബ്രിട്ടന്റെ കയ്യിൽ നിന്നും നമ്മൾ ആശയങ്ങൾ കടമെടുത്തത് കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടന്റെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഏത്? പൊതു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാ? ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3 ആണ്. 3 അംഗങ്ങളാണുള്ളത്. ആ 3 അംഗങ്ങളിൽ ഒരാള് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, പിന്നെ ബാക്കി 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും അടങ്ങുന്നതാണ് 3 പേരാണ് അങ്ങനെ ടോട്ടലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ഇത് ഒരാളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നും പറഞ്ഞിട്ട് സുകുമാർ സെൻ എന്ന് പറഞ്ഞ് പഠിച്ചത്. മുൻപ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 3 അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് ആരാ? അംഗങ്ങളെയെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആരാ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. പ്രസിഡന്റ് ആണ് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ നീക്കം ചെയ്യുന്നതും ആര് തന്നെയാ? രാഷ്ട്രപതി തന്നെയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. അപ്പോ ഈ പറയുന്ന അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? കാലാവധി നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. കാലാവധി എത്രയാന്ന് ചോദിച്ചാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അംഗങ്ങളുടെ കാലാവധിയായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആർക്ക് തതുല്യനാണ് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതി ജഡ്ജിക്ക് തതുല്യനാണ്. സുപ്രീം കോടതി ജഡ്ജിക്ക് തതുല്യനായിട്ടുള്ള ആളായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതുപോലെ തന്നെ നീക്കം ചെയ്യണം. എങ്ങനെയാ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുക? ഇംപീച്ച്മെന്റിലൂടെ അല്ലേ? അപ്പോൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ആരെ നീക്കം ചെയ്യുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യണമെങ്കിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ 2/3 അതായത് 2 ഭാഗം ഭൂരിപക്ഷത്തോടു കൂടിയുള്ള അനുമതി ലഭിച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതേ പ്രോസസ്സ് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേ നടപടിക്രമമാണ്. അതിന്റെ പേരാണ് എന്ത്? ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ 2 ഭാഗം ഭൂരിപക്ഷത്തോടു കൂടെ മാത്രമേ രാഷ്ട്രപതിക്ക് അവരെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ഏത് നടപടിക്രമത്തിലൂടെയാണ്? ഇംപീച്ച്മെന്റിലൂടെ. അല്ലെങ്കിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും 2 ഭാഗം ഭൂരിപക്ഷത്തോടു കൂടി രാഷ്ട്രപതി നീക്കം ചെയ്യുന്നു. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് എന്നുള്ളത്. ഓക്കെ, ഇനി ബാക്കി ഇപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യരാണെന്ന് പറഞ്ഞു. ബാക്കി 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ട് അല്ലെ? അപ്പോൾ ഇവര് ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഇംപീച്ച്മെന്റോ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്യാം? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട്
കൂടിയാലോചിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാം. ഓക്കെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിയാലോചിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധർമ്മം എന്താണ് എന്നുള്ളതാണ് കേട്ടോ. ചുമതലകളെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചുമതല ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേട്ടോ, എല്ലാം തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നു. എവിടേക്കുള്ള തെരഞ്ഞെടുപ്പാ? ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ രാജ്യസഭയിലോട്ടുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭയിലോട്ടുള്ള തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്. ഓക്കെ, ഇവരുടെ എല്ലാം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ. ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ അവിടെ ഒരു കാര്യം വിട്ടുപോയി. എന്താണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നമ്മൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിക്കും, അവിടെ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രം നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബാക്കി ലോക്സഭയിലോട്ടും രാജ്യസഭയിലോട്ടും നിയമസഭയിലോട്ടും ഉള്ള തെരഞ്ഞെടുപ്പും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല പിന്നെ എന്തൊക്കെയാ? തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കണം. തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ തന്നെ വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കണം. വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ട്രൽ റോള് തയ്യാറാക്കുന്നതും ആര് തന്നെയാണ്? ഇലക്ട്രൽ റോള് തയ്യാറാക്കുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ദെൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. കൂടാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ പ്രത്യേകമായിട്ടുള്ള ചിഹ്നമുണ്ട് അല്ലെ, ആ ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ആര് തന്നെയാണ്? അതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചിഹ്നങ്ങൾ അനുവദിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്ന ആ ഒരു സമയത്ത് ആ ഒരു നല്ല രീതിയിൽ സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യമല്ല എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും അതുപോലെ തന്നെ നീക്കം ചെയ്യാനുമുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, പക്ഷെ നല്ല രീതിയിൽ അത് നടക്കില്ല എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നീക്കം ചെയ്യാനും റദ്ദാക്കാനും മാറ്റിവെക്കാനും ഒക്കെയുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെലവുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഈ ചെലവിനെല്ലാം ഒരു പരിധി നിശ്ചയിക്കുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതേത്, ഉൾപ്പെടാത്തതേത്? നിങ്ങൾ ഈ ഭാഗം ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ PYQ സെഷൻ നമ്മൾ ലൈവായിട്ട് ചെയ്തത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മൾ ഏതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നത് ഏത്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എന്തൊക്കെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ? ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തിരഞ്ഞെടുപ്പ്, തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക, വോട്ടേഴ്സ് രജിസ്റ്റർ തയ്യാറാക്കുക, ഇലക്ട്രൽ റോള് തയ്യാറാക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, തെരഞ്ഞെടുപ്പ് ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ റദ്ദാക്കുക, നീക്കം ചെയ്യുക, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുക. ഇതെല്ലാം ആരുടെ ചുമതലയാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ.
അത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള മലയാളിയായ ഒരാളുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ മലയാളി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മലയാളിയാണ് കേട്ടോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള മലയാളിയാണ് TN ശേഷൻ. TN ശേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TN ശേഷനാണ്. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിത ആരാണ് എന്ന് ചോദിച്ചാൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS രമാദേവിയാണ് കേട്ടോ. VS രമാദേവി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള മലയാളി ചോദിച്ചാൽ TN ശേഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ വനിത ചോദിച്ചു കഴിഞ്ഞാൽ VS രമാദേവി. അപ്പൊ നമുക്ക് നോക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, അവിടെ ചുമതല പറഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പാർട്ട് 9 പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 243 കെയും അതുപോലെ 243 സെഡ് എയും 2 ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ ചിലപ്പോൾ നമ്മളോട് മിക്കവാറും ചോദിക്കുന്നത് 243 കെ ആണ്. രണ്ടും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ പാർട്ട് 9 കേട്ടോ, ഭാഗം 9 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം 9. ആർട്ടിക്കിൾ ചോദിച്ചാൽ 243 കെയും 243 സെഡ് എയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏതൊക്കെ ഭേദഗതി പ്രകാരമാണ്? 73, 74 എന്നീ 2 ഭേദഗതികൾ പ്രകാരമാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ അംഗങ്ങളുടെ എണ്ണം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആരാ? ഗവർണർ ആണ് കേട്ടോ. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത് ഗവർണർ നിശ്ചയിക്കുന്ന എണ്ണം ആളുകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. ഇവരെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാലും ആരാ? ഗവർണറാണ്. അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണറാണ്, നിയമിക്കുന്നത് ഗവർണറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി എന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്? 1993 ഡിസംബർ 3 1993 ഡിസംബർ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടല്ലോ, അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യമായിരിക്കും. ആർക്ക് തുല്യമായിരിക്കും? ഹൈക്കോടതി ജഡ്ജിക്ക്. അവിടെ നമ്മൾ പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിരിക്കുമെന്ന്. ഇവിടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഹൈക്കോടതി ജഡ്ജിക്ക് തുല്യമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ നീക്കം ചെയ്യുന്നതും ഒരു ഹൈക്കോടതി ജഡ്ജിയെ എങ്ങനെ നീക്കം ചെയ്യുന്നോ അതേപോലെ, അതായത് ഇംപീച്ച്മെന്റിലൂടെ തന്നെയാണ് ആരെയും നീക്കം ചെയ്യുന്നത്? സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതും ഇംപീച്ച്മെന്റിലൂടെയാണ്. ഇംപീച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ 2/3 ഭാഗം ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചുമതലകൾ എന്തൊക്കെയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ നമ്മൾ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ചുമതലയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ചുമതലയാണ്. ചുമതലകളിൽ വരുന്നതാണ് പറയുന്നത് ചുമതല. ഓക്കെ, ഇനി രണ്ടാമത്തെ ചുമതല എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
5 വർഷ കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം അല്ലെ. ഓരോ 5 വർഷം കഴിയുമ്പോഴും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ 5 വർഷത്തെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഇലക്ഷൻ നടത്തണം, തെരഞ്ഞെടുപ്പ് നടത്തണം. അത് ആരുടെ ചുമതലയാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ അംഗങ്ങളുടെ ഒഴിവ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് കേട്ടോ. അംഗങ്ങളുടെ ഒഴിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ തന്നെ അധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷന്മാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒക്കെ എതിരെയുള്ള അവിശ്വാസ പ്രമേയം സംബന്ധിച്ചിട്ടുള്ള നടപടികൾ നോക്കുന്നത് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും. ഓക്കെ, അധ്യക്ഷന്മാരുണ്ടായിരിക്കും, ഉപാധ്യക്ഷന്മാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരിക്കും. ഇവർക്കെതിരെയൊക്കെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഇവർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള സംബന്ധിച്ചിട്ടുള്ള നടപടികളെല്ലാം നടത്തുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ യഥാസമയം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അയോഗ്യരാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്? ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അദ്ദേഹം എന്താണ്? യഥാസമയത്ത് ആ കണക്കുകൾ ഒന്നും സമർപ്പിക്കുന്നില്ല, അതിലെന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അയോഗ്യരാക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് 5 വർഷ കാലാവധി പൂർത്തിയാവുന്ന സമയത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഓരോ അംഗങ്ങളുടെയും കാലാവധി 5 വർഷം കൂടുമ്പോൾ പൂർത്തിയാവും. അപ്പോൾ അതിനനുസരിച്ച് മറ്റു തെരഞ്ഞെടുപ്പുകൾ വീണ്ടും നടത്തുക. അംഗങ്ങളുടെ ഒഴിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനായിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. അധ്യക്ഷന്മാർക്കും ഉപാധ്യക്ഷന്മാർക്കും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും ഒക്കെ എതിരെ അവിശ്വാസ പ്രമേയം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ നോക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനാണ്. ഇനി തെരഞ്ഞെടുപ്പ് കണക്കുകളെല്ലാം നിർവഹിക്കാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അയാൾ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ അയോഗ്യനാക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ആദ്യത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആര്? ആദ്യത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആണ് MSK രാമസ്വാമി IAS. MSK രാമസ്വാമി IAS ആണ് ആദ്യത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിലവിൽ 7ാമത്തെ ആളാണ് അല്ലെ. അപ്പൊ തൊട്ട് പുറകിലുള്ള 6 പേരെ ഒന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ ആള് MSK രാമസ്വാമി IAS, രണ്ടാമത്തെ ആള് MS ജോസഫ് IAS, MS ജോസഫ് IAS, മൂന്നാമത്തെ ആള് N മോഹൻദാസ്, നാലാമത്തെ ആള് P കമാൽകുട്ടി IAS, ദെൻ അഞ്ചാമത്തെ ആള് ഓക്കെ 1 2 3 4 ഓക്കെ അഞ്ചാമത്തെ ആള് K ശശിധരൻ നായർ, ആറാമത്തെ ആള് V ഭാസ്കരൻ ആണ്. ഇപ്പൊ നിലവിൽ 7ാമത്തെ ആൾ ആരാണ്? A ഷാജഹാൻ. ഓക്കെ, അപ്പോൾ 7ാമത്തെ ആളാണ് ഇപ്പൊ നിലവിൽ A ഷാജഹാൻ ആണ് ആരാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ആദ്യത്തെ ആള് MSK രാമസ്വാമി IAS, രണ്ടാമത് MS ജോസഫ് IAS, 3 N മോഹൻദാസ്, 4 P കമാൽകുട്ടി IAS, 5 K ശശിധരൻ നായർ, 6 V ഭാസ്കരൻ, 7 A ഷാജഹാൻ എന്നിവരാണ് ഇതുവരെയുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നമ്മൾ പറഞ്ഞു സഞ്ജയ് കൗളാണ് എന്ന് പറഞ്ഞു. ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതൊന്ന് ഓർത്തിരിക്കണേ. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. നിലവിലാര? സഞ്ജയ് കൗളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവരെ ഒരു സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിന് മുകളിലുള്ള റാങ്കിലുമുള്ള ഒരു ഉദ്യോഗസ്ഥനെ
ഗവൺമെന്റ് എന്ത് ചെയ്യും? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് നിയമിക്കാറുണ്ട് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സെക്രട്ടറി ആയിട്ട് നിയമിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ നടക്കുന്ന എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ധനകാര്യ കമ്മീഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചിരിക്കുക. നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വയ്ക്കുക, നോട്ട് റെഡിയാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 12. ഭാഗം 12 ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ആർട്ടിക്കിൾ 280. അപ്പൊ ഭാഗം 12 ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഏതു വിഭാഗത്തിൽ പെടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വാസി ജുഡീഷ്യൽ ബോഡി? മലയാളത്തിൽ എന്താ പറയാ? അർദ്ധ നീതിന്യായ സംവിധാനം എന്ന് നമുക്ക് പറയാം. അപ്പൊ അർദ്ധ നീതിന്യായ സംവിധാനം എന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞു, കോടതിയുടേതുപോലുള്ള ചില അധികാരങ്ങൾ, അല്ലെ, കോടതിയുടെ മുഴുവനായിട്ടുള്ള അധികാരമല്ല, കുറച്ച് അധികാരങ്ങൾ. അതുകൊണ്ടാണ് അർദ്ധ നീതിന്യായം എന്ന് പറയുന്നത്, അല്ലെ, ക്വാസി ജുഡീഷ്യൽ ബോഡി. കോടതിയുടെ പോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്താനും വിചാരണ നടത്താനും ഒക്കെയുള്ള ഒരു അധികാരം ധനകാര്യ കമ്മീഷനുണ്ട്. അതുകൊണ്ടാണ് അതിനെ ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ലെങ്കിൽ അർദ്ധ നീതിന്യായ സംവിധാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ഭരണഘടനാ സ്ഥാപനമാണ് ഏത്? ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാ? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. പ്രസിഡന്റ് ആണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. സാധാരണയായിട്ട് എത്ര വർഷം കൂടുമ്പോഴാണ് ഒരു ധനകാര്യ കമ്മീഷനെ പുതുതായിട്ട് രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വർഷം. അതായത് കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണ്. ഓക്കെ, ധനകാര്യ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അംഗങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എത്ര തന്നെയാണ്? 5 തന്നെയാണ്. ഓക്കെ, എത്ര അംഗങ്ങളാണുള്ളത്? ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാലും 5 ആണ്. കാലാവധി ചോദിച്ചു കഴിഞ്ഞാലും എത്ര തന്നെയാണ്? 5 തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ കാലാവധി കഴിഞ്ഞു, 5 വർഷത്തെ കാലാവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അംഗങ്ങളെ നിയമിക്കാൻ സാധിക്കുമോ? പുനർനിയമനത്തിന് ഇവർ അർഹരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് പുനർനിയമനം എന്ന് പറയുന്നത് സാധ്യമാണ്. പുനർനിയമനം എന്ന് പറയുന്നത് സാധ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കാലാവധി കഴിഞ്ഞാലും വീണ്ടും ഇവരെ നിയമിക്കാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും എല്ലാം യോഗ്യത തീരുമാനിക്കാൻ ആർക്കാണ് അധികാരം? അല്ലെങ്കിൽ ഭരണഘടന ഇത് ആരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിനാണ്. പാർലമെന്റ് കേട്ടോ, പാർലമെന്റിനാണ് ഇവരുടെ യോഗ്യതയെല്ലാം തീരുമാനിക്കുന്നത്. ധനകാര്യ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും യോഗ്യത തീരുമാനിക്കാനായിട്ട് ഭരണഘടന അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണ്? പാർലമെന്റിനെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവരുടെ യോഗ്യത എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഒരു ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ അംഗങ്ങളാവുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? എക്സ്പീരിയൻസ് ഇൻ പബ്ലിക് അഫയേഴ്സ്, പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമാണ് കേട്ടോ. പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ആവുന്നതിനുള്ള യോഗ്യത. എന്താണ്? പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെയർമാന്റെ യോഗ്യത എന്ന് പറയുന്നത് പൊതുകാര്യങ്ങളിലെ പ്രവൃത്തി പരിചയമായിട്ട് പറയാം. ഇനി ബാക്കി 4 അംഗങ്ങളുണ്ട് അല്ലെ. 5 അംഗങ്ങളിൽ ബാക്കി 4 അംഗങ്ങൾക്ക് ചില യോഗ്യതകൾ കൂടി വേണം. എന്തൊക്കെയാണ്? ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയോ ആയിരിക്കണം. അപ്പം അതിലൊരു ചെയർമാൻ എന്ന് പറയുന്നത് പൊതുകാര്യങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. ഇനി 4 അംഗങ്ങളിൽ ഒന്നാമത്തെ ആള് ഒരു ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാകാൻ
യോഗ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരംഗം. ദെൻ രണ്ടാമത്തെ ആള് ധനകാര്യ വിഷയങ്ങളിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ധനകാര്യ വിഷയങ്ങളിലെല്ലാം പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ധനകാര്യ വിഷയങ്ങളിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തിയായിരിക്കണം. പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും അത്യാവശ്യം നല്ല അറിവുള്ള പരിചയമുള്ള വ്യക്തിയായിരിക്കണം. നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, ഇതാണ് 4 അംഗങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം 5 അംഗങ്ങളാണ്. അപ്പൊ അതിൽ ചെയർമാന്റെ യോഗ്യത എന്താണ്? ചെയർമാന്റെ യോഗ്യത എന്ന് എടുത്തു ചോദിച്ചാൽ എന്താണ്? പൊതുകാര്യങ്ങളിലുള്ള പ്രവൃത്തി പരിചയമാണ് ചെയർമാന്റെ യോഗ്യതയായിട്ട് എടുത്തു പറയുന്നത്. ദെൻ ബാക്കിയുള്ള 4 അംഗങ്ങളുടെ യോഗ്യത ഒന്നെന്താണ്? ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയാവാനുള്ള യോഗ്യതയുള്ള ആളോ ആയിരിക്കണം. രണ്ടാമത്തെ വ്യക്തി ധനകാര്യ വിഷയങ്ങളിലെല്ലാം നല്ല പ്രത്യേകമായിട്ടുള്ള അറിവുള്ള വ്യക്തിയായിരിക്കണം. മൂന്നാമത്തേത് പൊതുഭരണ വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പരിചയമുള്ള വ്യക്തിയായിരിക്കണം. നാലാമത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക അറിവുള്ള വ്യക്തിയായിരിക്കണം. ഇങ്ങനെ 4 അംഗങ്ങളും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവരുടെ യോഗ്യത എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ധനകാര്യ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്? ധനകാര്യ കമ്മീഷന്റെ ചുമതലകളാണ് പറയുന്നത്. ഒന്നാമത്തെ ചുമതല, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, താഴെ തന്നിരിക്കുന്നവയിൽ ധനകാര്യ കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചുമതലകൾ എന്തൊക്കെയാണ്? ഒന്ന്, കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. രണ്ടാമത്തെ പോയിന്റ്, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകളുടെ അടിസ്ഥാനം, ഗ്രാന്റ് കേട്ടോ, സഹായ ഗ്രാന്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകൾ, അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള വസ്തുതകൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ കമ്മീഷനാണ്. ദെൻ മൂന്നാമത്തെ ചുമതല എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും, CFI എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ആർക്കൊക്കെ? പഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെക്കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. ദെൻ നാലാമത്തെ ചുമതല എന്ന് പറയുന്നത് ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുക. പ്രസിഡന്റ് നൽകുന്ന ധനകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതും ആരുടെ ചുമതലയാണ്? ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന സഹായ ഗ്രാന്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകുന്ന വിഹിതത്തെക്കുറിച്ചുള്ള വസ്തുതകൾ, ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ, ഇതിന്മേലെല്ലാം തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ്? ധനകാര്യ കമ്മീഷനാണ് ഉള്ളത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത് പ്രസിഡന്റാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഓക്കെ, അംഗങ്ങൾ 5 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അംഗങ്ങളെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റാണ്. അംഗങ്ങളെ നിയമിക്കുന്നത്, ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്രസിഡന്റിനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഈ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന ധനകാര്യ കമ്മീഷന്റെ
ശിപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 281 കേട്ടോ. ശിപാർശകൾ, ധനകാര്യ കമ്മീഷന്റെ ശിപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 281. ഈ ധനകാര്യ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഉപദേശ രൂപത്തിൽപ്പെട്ടതാണ്, അതായത് ഒരു അഡ്വൈസ് ആയിട്ടാണ് നൽകുക. പക്ഷേ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം, പക്ഷെ അത് കേന്ദ്ര സർക്കാർ ഒരിക്കലും എന്താണ് പാലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ധനകാര്യ കമ്മീഷന് പല നിർദ്ദേശങ്ങളും വയ്ക്കാം, പക്ഷെ അത് കേന്ദ്ര സർക്കാർ പാലിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തള്ളാം, അങ്ങനെയുള്ള ഒരു തീരുമാനം അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും എടുക്കണമെന്നില്ല, പാലിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ചോദിച്ചാൽ ജവഹർ വ്യാപാർ ഭവൻ, ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി. ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി ആണ് ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം. ജവഹർ വ്യാപാർ ഭവൻ, ടോൾസ്റ്റോയി മാർഗ്, ന്യൂഡൽഹി. ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് KC നിയോഗി. KC നിയോഗിയാണ് ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. അദ്ദേഹത്തെ നിയമിച്ചത് 1951 അദ്ദേഹത്തിന്റെ കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 1952 മുതൽ 57 വരെയാണ് കാലാവധി. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ, അതായത് ഈ ധനകാര്യ കമ്മീഷനിൽ ഇപ്പൊ ചെയർമാന്റെ കാലാവധി തീർന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ പുതിയ ഒരാളെ നിയമിക്കുക. കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരാളെ നിയമിച്ചു വയ്ക്കും. ഓക്കെ, എന്നിട്ട് മറ്റേ അംഗത്തിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് ഉടനെ തന്നെ അടുത്തയാൾ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരാളുടെ കാലാവധി ഇപ്പോൾ തീരാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു ഘട്ടം വരുന്ന സമയത്ത് ഒരു കൊല്ലമൊക്കെ ഇനിയുണ്ട്, പക്ഷെ തീർന്നിട്ടില്ല, പക്ഷെ തീരാനായിട്ട് പോകുന്നു, അടുത്ത വർഷം തീരുമെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ എന്ത് ചെയ്യാണ്, ഒരാളെ തീരുമാനിച്ചു വെക്കും, നിയമിച്ചു വെക്കും. എന്നിട്ട് അയാളുടെ കാലാവധി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഇയാളെ ഉടനെ തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാലാവധി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമല്ല പുതിയ ആളെ നിയമിക്കുന്നത്. ധനകാര്യ കമ്മീഷനിൽ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ പുതിയൊരാളെ നിയമിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ KC നിയോഗിയെ നിയമിച്ചത് 1951 കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ 52 മുതൽ 57 വരെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, നിലവിലേതും പഠിക്കണം കഴിഞ്ഞതും പഠിക്കണം കേട്ടോ, കാരണം ഇപ്പം മാറിയതാണ്. അപ്പോൾ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആയിരുന്നു. NK സിംഗ്. ഇപ്പൊ നിലവിൽ 16ാമത് ധനകാര്യ കമ്മീഷനായിട്ട് ചെയർമാനായിട്ട് ആര് വന്നിട്ടുണ്ട്? പുതിയ അപ്പോയിന്റ്മെന്റ് ആണ് അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അപ്പൊ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NK സിംഗ് ആണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് അരവിന്ദ് പനഗരിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, കേന്ദ്ര ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കണം. ഇനി നമുക്ക് സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം കേന്ദ്രം ഏതായിരുന്നു? കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചത് ആർട്ടിക്കിൾ 280 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 പറയുമ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ട് അല്ലേ? ആർട്ടിക്കിൾ 243 ആർട്ടിക്കിൾ 243 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ഓരോ 5 വർഷം കൂടുന്തോറും പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായിട്ട് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആരാണ് രൂപീകരിക്കുന്നത്? ഗവർണറാണ് രൂപീകരിക്കുന്നത്. അവിടെ രൂപീകരിക്കുന്ന ആരായിരുന്നു? കേന്ദ്രമായിരുന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്നു. സംസ്ഥാനമായതുകൊണ്ട് തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കുന്നത് ഗവർണറാണ്. എത്ര വർഷം കൂടുമ്പോഴാണ്? ഓരോ 5 വർഷം കൂടുമ്പോഴും. അതായത് കാലാവധി എന്ന് പറയുന്നത് 5 വർഷം തന്നെയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം തന്നെയാണ്.
ഇനി ഇതിലെ കമ്മീഷനിലെ ഘടന, അതുപോലെ തന്നെ അംഗങ്ങളുടെ യോഗ്യത, ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. അവിടെ പാർലമെന്റാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് അല്ലെ, യോഗ്യതയൊക്കെ തീരുമാനിക്കുന്ന പാർലമെന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കമ്മീഷന്റെ ഘടനയും യോഗ്യതയും എല്ലാം തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ കമ്മീഷന്റെ ശുപാർശകളും റിപ്പോർട്ടുകളും എല്ലാം സമർപ്പിക്കുന്നത് ആരാണ്? അത് ഗവർണർക്കാണ് സമർപ്പിക്കുക. ഗവർണർക്ക് കേട്ടോ, ഗവർണർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പിന്നീട് ആ റിപ്പോർട്ട് ഗവർണറാണ് എന്ത് ചെയ്യുക? സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് സമർപ്പിക്കുക. ഇനി ഇവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് എന്ന് പറഞ്ഞു. ഗവർണറാണ് പിന്നീട് നിയമനിർമ്മാണ സഭയിൽ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്, ഒന്ന്, സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആയതുകൊണ്ട് സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി എന്താണെന്നുള്ളത് വിലയിരുത്തുക. രണ്ടാമത്തെ ചുമതല, സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റുകൾക്കും ഇടയിലുള്ള വരുമാന വിതരണം പരിശോധിക്കുക. സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റിനും ഇടയിലുള്ള വരുമാന വിതരണം എന്ന് പറയുന്നത് പരിശോധിക്കുക എന്ന് പറയുന്നതും ആരുടെ ചുമതലയാണ്? ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും ഇടയിലെ വരുമാന വിതരണം കേട്ടോ. ഗ്രാമീണ മേഖലയിൽ എന്തുണ്ട്? പ്രാദേശിക ഗവൺമെന്റുകളുണ്ട് അല്ലെ. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും അതുപോലെ തന്നെ എന്താണ് നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളും തമ്മിലുള്ള വരുമാന വിതരണം അവ അവലോകനം ചെയ്യുന്നതും ആരുടെയാണ് ചുമതല? സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് ഉറപ്പുവരുത്തുന്നതും സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വരുമാനവും നികുതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് 2 ആർട്ടിക്കിളും കൂടെ ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 292. എന്നാൽ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 293 ആണ് കേട്ടോ. 292ഉം 293ഉം ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 292. സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 293 എന്ന് പറയുന്നത്. ഇനി കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് PM എബ്രഹാം ആണ് കേട്ടോ. PM എബ്രഹാം ആണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഇവരെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക് എന്ന് ചോദിച്ചാലും ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. അപ്പോൾ കേന്ദ്രം ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റിനാണ്, സംസ്ഥാനം ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും ആർക്കാണ്? ഗവർണർക്കാണ് സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളൂ. UPSC കുറിച്ചും സ്റ്റേറ്റ് PSC കുറിച്ചുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. സോ നോട്ടും പെന്നും റെഡിയാക്കി വെച്ച് നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. UPSC അതുപോലെ PSC എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 14ലാണ് UPSC-യെക്കുറിച്ചും PSC-യെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14ലാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു UPSC എന്ന് പറയുന്ന സ്ഥാപനം വേണം. അതുപോലെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് PSC എന്ന് പറയുന്ന ഒരു സ്ഥാപനവും വേണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ, അതായത് UPSC വേണം, സ്റ്റേറ്റ് PSC വേണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 315 ആണ്.
അപ്പോൾ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളിലാണ് PSCയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ PSCയെ കുറിച്ച് UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെയാണ്? ഭാഗം 14 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളിൽ നമുക്ക് PSCയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിൽ 315 എന്ത് പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UPSC എന്ന് പറയുന്ന സ്ഥാപനവും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി PSC റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് PSC എന്ന് പറയുന്ന സ്ഥാപനവും വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315 എന്ന് പറയുന്നത്. ഇനി UPSCയുടെയും PSCയുടെയും ഫങ്ഷൻസ്, ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 320 ആർട്ടിക്കിൾ 320 UPSCയുടെയും PSCയുടെയും ഒക്കെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 320 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ 315 UPSCയെ കുറിച്ചും സ്റ്റേറ്റ് PSCയെ കുറിച്ചും പ്രതിപാദിക്കുന്നു. അവയുടെ ധർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 320 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി UPSCയെ കുറിച്ച് പറയുമ്പോൾ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത് UPSC ആണ്. ഓക്കെ, മെറിറ്റ് സംവിധാനത്തിന്റെ, മെറിറ്റ് ആണ് കേട്ടോ, മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് UPSC ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ UPSCയിലെ അംഗങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ UPSCയിലെ അംഗങ്ങളെ കുറിച്ച് ഭരണഘടനയിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. ഓക്കെ, UPSCയുടെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ UPSCയിലെ അംഗങ്ങളെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ UPSCയിലെ അംഗങ്ങൾ എത്ര മുതൽ എത്ര വരെ ആകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 മുതൽ 11 വരെയുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, UPSCയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ കൃത്യമായി പരാമർശിച്ചിട്ടില്ല. പക്ഷേ എണ്ണം എന്ന് പറയുന്നത് 9 മുതൽ 11 വരെ ആകാം. ഈ എണ്ണം തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSCയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പം മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് UPSC ആണ്. UPSCയിലെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. എത്ര വരെ ആകാം? 9 മുതൽ 11 വരെ ആകാം. കൃത്യമായിട്ടുള്ളൊരു പരാമർശം ഭരണഘടനയിൽ ഇല്ല. ഇനി ഈ UPSC അംഗങ്ങളെ എണ്ണം തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അംഗങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആക്ടിംഗ് ചെയർമാൻ, അതായത് ചെയർമാൻ ഇല്ല എന്നുണ്ടെങ്കിൽ UPSCയിൽ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? അതും രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ UPSC അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്, അതുപോലെ തന്നെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി, അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് രാഷ്ട്രപതി. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കാലാവധി, UPSC അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് UPSC അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇവരുടെ ശമ്പളം നൽകുന്നത്, UPSC അംഗങ്ങളുടെ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് UPSC അംഗങ്ങളുടെ ശമ്പളം നൽകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, UPSC ചെയർമാൻ കാലാവധിക്ക് ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനർനിയമനം എന്ന് പറയുന്നത് അതിന് യോഗ്യരല്ല, പുനർനിയമനത്തിന് യോഗ്യരല്ല എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. UPSC ചെയർമാനെ കാലാവധിക്കു ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരല്ല. അതുപോലെ തന്നെ കേന്ദ്രം, സംസ്ഥാനം ഏതെങ്കിലും അവരുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു തസ്തികയിൽ ജോലി ചെയ്യാനും ഇവരെ അനുവദിക്കുന്നതല്ല. അപ്പോൾ പുനർനിയമനത്തിന് സാധ്യതയില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്നതിനും ഇവർക്ക് അനുവാദമില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ UPSC ചെയർമാൻ വീണ്ടും പുനർനിയമിക്കാൻ പറ്റില്ല, വേറെ സ്ഥാനങ്ങളിൽ ഒന്നും വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. UPSCയിലെ അംഗങ്ങൾക്ക്
വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റത്തില്ല, പക്ഷേ അവർക്ക് എന്താവാം, UPSC അംഗങ്ങൾക്ക് ചെയർമാൻ ആവാം. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കണേ. UPSC ചെയർമാൻ ആണ് എന്നുണ്ടെങ്കിൽ ആൾക്ക് പുനർനിയമനം പാടില്ല, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കാനും പാടില്ല. പക്ഷേ UPSCയിലെ ബാക്കിയുള്ള അംഗങ്ങളുണ്ട്, അവർക്ക് എന്ത് ചെയ്യാം, പുനർനിയമനം പാടില്ല, പക്ഷെ ചെയർമാനായിട്ട് മാറാം. ഓക്കെ, പുനർനിയമനം പാടില്ല, പക്ഷെ ചെയർമാനായിട്ട് മാറാം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി UPSCയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ചുമതലകൾ. ഓക്കെ, അപ്പൊ UPSCയുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോയിന്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളെ സഹായിക്കുക. എന്താണ് ജോയിന്റ് റിക്രൂട്ട്മെന്റ് കേട്ടോ, ജോയിന്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് UPSCയുടെ ചുമതലയാണ്. അതുപോലെ തന്നെ സിവിൽ സർവീസ് സിവിൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തങ്ങൾ UPSCക്കാണ്. സിവിൽ സർവീസ്, സിവിൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ആർക്കാണുള്ളത്, UPSCക്കാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സർവീസിൽ നിന്നും മറ്റൊരു സർവീസിലേക്ക് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇതൊക്കെ നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്, അതും UPSC ആണ്. ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക്, ഒരു സർവീസിൽ നിന്നും മറ്റൊരു സർവീസിലേക്ക് പ്രൊമോഷൻ ഉണ്ടാവാം, ട്രാൻസ്ഫർ ഉണ്ടാവാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് UPSC ആണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സേവന കാലത്ത് ഉണ്ടാവുന്ന പരിക്കുകൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ പരിക്കുകൾ ഉണ്ടാവുമ്പോൾ അവർക്ക് എന്താണ്, നഷ്ടപരിഹാരം നൽകണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്, പെൻഷൻ നൽകണം അല്ലെ. പരിക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം, പെൻഷൻ ഇതെല്ലാം നൽകുക, ഇതെല്ലാം നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതൊക്കെ ആരുടെ ചുമതലയാണ്, UPSCയുടെ ചുമതലയാണ്. ഓക്കെ, അപ്പൊ സേവനം അനുഷ്ഠിക്കുന്ന, ഗവൺമെന്റിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പരിക്കുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാര തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലെല്ലാം തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നത് ആരാണ്, അത് UPSC ആണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ഉത്തരവാദിത്വമാണ് താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത് ആരാ, UPSC ആണ് നടത്തുന്നത്. താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നത് UPSC ആണ്. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ, റിട്ടയർഡ് ആയി പോയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സേവന വിപുലീകരണം, അതുപോലെ തന്നെ പുനർനിയമനം എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ആര് തന്നെയാണ്, UPSC തന്നെയാണ് കേട്ടോ. റിട്ടയർഡ് ആയിട്ടുള്ള, വിരമിച്ചു പോയിട്ടുള്ള ആളുകളുടെ സേവന വിപുലീകരണം, പുനർനിയമനം എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും ആരാണ്, UPSC തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട UPSCയുടെ ചുമതലകൾ. ജോയിന്റ് റിക്രൂട്ട്മെന്റ് നടത്താൻ സംസ്ഥാനങ്ങളെ സഹായിക്കുക, സിവിൽ സർവീസ്, സിവിൽ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രീതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ഒരു സർവീസിൽ നിന്നും മറ്റൊരു സർവീസിലേക്ക് ഉണ്ടാവുന്ന പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം, പെൻഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം പരിഹരിക്കുക, താൽക്കാലിക നിയമനങ്ങൾ നടത്തുക, വിരമിച്ചുപോയ ഒരു ഉദ്യോഗസ്ഥന്റെ സേവന വിപുലീകരണം, പുനർനിയമനം എന്നിവ നടത്തുക. ഇതെല്ലാം UPSCയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ UPSCയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ഓരോ ആർട്ടിക്കിളും എന്താന്നുള്ളത് പറയണം. ആർട്ടിക്കിൾ 315 നമ്മൾ പറഞ്ഞു, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, യൂണിയന് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും PSC വേണം, അതായത് UPSC, PSC എന്നിവ വേണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 യൂണിയന് വേണ്ടി UPSCയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന PSCയും വേണം എന്ന് പറയുന്നത് 315. ദെൻ 316 എന്താ പറയുന്നത്, 316 പറയുന്നത് PSCയിലുള്ള അംഗങ്ങളുടെ നിയമനവും അതുപോലെ തന്നെ ഉദ്യോഗ കാലാവധിയെ കുറിച്ച് പറയുന്നതാണ് 316. 317 പറയുന്നത്, ആർട്ടിക്കിൾ 317 പറയുന്നത് എന്തിനെ കുറിച്ചാ, കമ്മീഷനിലെ ഒരു അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലുമാണ് ആർട്ടിക്കിൾ 317 പറയുന്നത്.
ദെൻ ആർട്ടിക്കിൾ 318 പറയുന്നത് എന്താ? കമ്മീഷന്റെ അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും സേവന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. അംഗങ്ങളുടെയും ചെയർമാൻമാരുടെയും എല്ലാം സേവന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 318. 319 പറയുന്നത് കമ്മീഷനിലെ അംഗങ്ങൾ അങ്ങനെയുള്ള അംഗങ്ങൾ അല്ലാതായി തീരുമ്പോൾ ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനെ കുറിച്ചുള്ള നിരോധനം. അതായത് നമ്മൾ പറഞ്ഞു അവരുടെ കാലാവധി തീർന്നതിന് ശേഷം അല്ലെ, കാലാവധിക്കു ശേഷം അവരെ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 319. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മറ്റുദ്യോഗങ്ങൾ വഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെയാണ് ആർട്ടിക്കിൾ 319 പറയുന്നത്. 320 നമ്മൾ നേരത്തെ പറഞ്ഞു PSCയുടെ ചുമതലകളെ കുറിച്ചാണ് പറയുന്നത്. ചുമതലകളെ കുറിച്ചാണ് 320 പറയുന്നത്. ദെൻ 321 പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 321 ഈ ചുമതലകൾ ഉണ്ടല്ലോ, ഈ ചുമതലകളെ വ്യാപിപ്പിക്കുന്നതിനുള്ള അധികാരമാണ് പറയുന്നത്. ഓക്കെ, ഈ ചുമതലകളെ വ്യാപിപ്പിക്കുന്നതിനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നു. ദെൻ ആർട്ടിക്കിൾ 322 പറയുന്നത് PSCയുടെ ചെലവുകളെ കുറിച്ചാണ് കേട്ടോ. അതായത് ഇവർക്ക് എന്താണ് സാലറി കൊടുക്കേണ്ടി വരും അല്ലെ, സാലറി ഭത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കത്തില്ലേ ഉദ്യോഗസ്ഥന്മാർക്ക്. അപ്പൊ അങ്ങനെ വരുന്ന PSCയുടെ ചെലവുകളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 322. ദെൻ 323 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ PSC റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു UPSC അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ സംസ്ഥാന PSC പഠിക്കും. അപ്പോൾ അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 323. ഓക്കെ, അപ്പോൾ 315 UPSCയെ കുറിച്ചും PSCയെ കുറിച്ചും പറയുന്നു. 316 അംഗങ്ങളുടെ നിയമനവും കാലാവധിയെക്കുറിച്ച് പറയുന്നു. 17 അംഗങ്ങളെ നീക്കം ചെയ്യുന്നതും സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നു. 18 അംഗങ്ങളുടെ സേവന വ്യവസ്ഥകളെക്കുറിച്ചും 19 എന്താണ്? ഇവരുടെ കാലാവധിക്ക് ശേഷം മറ്റുദ്യോഗങ്ങൾ വഹിക്കുന്നതിനെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 319. 320 PSCയുടെ ചുമതലകളെക്കുറിച്ചും 321 ചുമതലകൾ വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചും 322 ചെലവുകളെക്കുറിച്ചും 323 റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ UPSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് എല്ലാം പറഞ്ഞു. ഇനി എപ്പോഴാണ് UPSC രൂപീകൃതമാവുന്നത്? UPSC രൂപീകൃതമാവുന്നത് 1926 ഒക്ടോബർ 1-നാണ്. 1926 ഒക്ടോബർ 1-നാണ് UPSC രൂപീകൃതമാവുന്നത്. ഈ രൂപീകൃതമാവുന്നത് ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഏതാണ് കമ്മിറ്റി? 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഈ പറയുന്ന UPSC രൂപം കൊള്ളുന്നത്. 1924 ലോർഡ് ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1926 ഒക്ടോബർ 1-നാണ് UPSC രൂപീകൃതമാവുന്നത്. UPSCയുടെ ആസ്ഥാനം എവിടെയാ? UPSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ധോൽപൂർ ഹൗസ് ആണ്. ധോൽപൂർ ഹൗസ് എവിടെയാ? ന്യൂഡൽഹി. ധോൽപൂർ ഹൗസ് ന്യൂഡൽഹി ആണ് UPSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. UPSCയുടെ ആദ്യത്തെ ചെയർമാനാണ് സർ റോസ് ബാർക്കർ ആണ് UPSCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. UPSCയുടെ ചെയർമാനായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? UPSCയുടെ ചെയർമാനായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ HK കൃപലാനിയാണ് UPSCയുടെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇനി UPSC അംഗമായ ആദ്യ മലയാളി, UPSCയിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് KG അടിയോടിയാണ് UPSCയിൽ അംഗമായ ആദ്യത്തെ മലയാളി. ഇനി UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആര്? UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റോസ് മില്യൺ ബാത്യു ആണ്.
റോസ് മില്യൺ ബാത്യു ആണ് ആദ്യത്തെ UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. റോസ് മില്യൺ ബാത്യു എന്നാണ് പറയുന്നത്. UPSCയുടെ ആദ്യത്തെ ചെയർമാൻ റോസ് ബാർക്കർ. ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ചെയർമാൻ HK കൃപലാനി. UPSC അംഗമായ ആദ്യത്തെ മലയാളി KG അടിയോടി. UPSCയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ആദ്യത്തെ വനിത എന്ന് പറയുന്നത് റോസ് മില്യൺ ബാത്യു. ഇനി ഇവിടെ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പം UPSCയുടെ പ്രവർത്തന മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? പ്രസിഡന്റിനുണ്ട്. UPSCയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അപ്പം അങ്ങനെയുള്ള നിയമങ്ങൾ പാർലമെന്റിന് മുമ്പിൽ 14 ദിവസത്തേക്കെങ്കിലും വെക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ആ നിർദ്ദേശങ്ങളെല്ലാം കൂടെ ഒരു 14 ദിവസത്തേക്ക് പാർലമെന്റിൽ വെക്കാം. എന്നിട്ട് പാർലമെന്റ് എന്ത് ചെയ്യും? അത് ഭേദഗതി ചെയ്യുകയോ അല്ലെങ്കിൽ അത് റദ്ദാക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ ചോദിക്കാം. UPSCയിലെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് എത്ര ദിവസത്തിനാണ് പാർലമെന്റിൽ വെക്കേണ്ടത്? 14 ദിവസത്തേക്കാണ് പാർലമെന്റിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ UPSCയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സ്റ്റേറ്റ് PSCയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്, സ്റ്റേറ്റ് PSC ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് PSC നമ്മൾ പറഞ്ഞു, PSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം നമ്മൾ പറഞ്ഞു എത്രയാണ്? ഭാഗം 14ലാണ്. അതുപോലെ തന്നെ PSC എന്ന് പറയുന്നവ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 315 എന്ന് പറഞ്ഞു. ഇവരുടെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 320 നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ അതിൽ 323 പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് PSCയുടെ കാര്യം. സ്റ്റേറ്റ് PSCയുടെ കാര്യം 323 എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. 14 ഭാഗം, 315 PSC വേണമെന്ന് പറയുന്നത്. ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 320 എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ചും എവിടെ പരാമർശിക്കുന്നില്ല? കൃത്യമായിട്ട് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. പക്ഷെ നിലവിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ 21 അംഗങ്ങളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ 21 അംഗങ്ങളിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, പ്ലസ് സെക്രട്ടറി ഉണ്ടായിരിക്കും, പിന്നെ ബാക്കിയുള്ള അംഗങ്ങളും ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടെ ചേരുന്നതാണ് ഈ 21 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ PSCയുടെ അംഗങ്ങൾ, സംസ്ഥാന PSCയുടെ അംഗങ്ങളെ ഭരണഘടനയിൽ കൃത്യമായി പരാമർശിച്ചിട്ടില്ല. നിലവിലുള്ള അംഗങ്ങളാണ് 21. അതിൽ ചെയർപേഴ്സണും സെക്രട്ടറിയും ബാക്കിയുള്ള അംഗങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് 21 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ അംഗങ്ങളെ നിശ്ചയിക്കുന്നത്, അവിടെ എണ്ണം നിശ്ചയിച്ചത് ആരായിരുന്നു? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇവിടെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ഗവർണറാണ് അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു. ഇനി ഇവരെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. അതുപോലെ തന്നെ രാജി സമർപ്പിക്കുന്നതും ആർക്കാണ്? ഗവർണർക്ക് തന്നെയാണ്. രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക്, നിയമിക്കുന്നത് ഗവർണർ, അംഗങ്ങളെ തീരുമാനിക്കുന്നത് ഗവർണർ. ഓക്കെ, എന്നാൽ ഈ പറയുന്ന PSCയിലുള്ള അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ആണ്. അവിടെ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണർ, അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക്. പക്ഷെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? പ്രസിഡന്റ് ആണ് എന്നുള്ളത് കേട്ടോ. ഇനി ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണർ, നിയമിക്കുന്നത് ഗവർണർ, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക്, രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക്, നീക്കം ചെയ്യുന്നത് മാത്രം ആരാണ്? പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ സംസ്ഥാന PSCയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് സംസ്ഥാന PSCയിലുള്ള അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ആദ്യം 6 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് എന്നായിരുന്നു. അപ്പോൾ 60 വയസ്സിൽ നിന്നും 62 വയസ്സാക്കി ഉയർത്തിയത് ഒരു ഭേദഗതിയിലൂടെയാണ്. ഏത് ഭേദഗതിയിലൂടെയാ?
1976 41 ഭേദഗതി. 1976 41 ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന PSCയിലുള്ള അംഗങ്ങളുടെ കാലാവധി 60 നിന്നും 62 വയസ്സാക്കിയിട്ട് ഉയർത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ സംസ്ഥാന PSCയിലുള്ള അംഗങ്ങളിൽ 50% പേരെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ 10 വർഷമെങ്കിലും ജോലി ചെയ്തവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന PSCയിലുള്ള അംഗങ്ങൾ 50% പേരെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ 10 വർഷക്കാലം ജോലി ചെയ്തവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതേ യോഗ്യത ആർക്കും പറയുന്നുണ്ട്? UPSC അംഗങ്ങൾക്കും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ UPSCയിലും PSCയിലും ഒരേ കാര്യമാണ് പറയുന്നത്. അംഗങ്ങളാവുന്നവരിൽ 50% പേരും 10 വർഷക്കാലം സംസ്ഥാന സർക്കാരുകളിൽ ജോലി ചെയ്തവരായിരിക്കണം എന്ന് നിർബന്ധമാണ്. അവരുടെ യോഗ്യതയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. UPSCയുടെയും PSCയുടെയും അംഗങ്ങളെ ഒരുപോലെയാണ് പറയുന്നത്. 50% പേര് 10 വർഷക്കാലം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ജോലി ചെയ്തവരായിരിക്കണം. ഇനി നമ്മൾ അവിടെ പറഞ്ഞു എന്താ, UPSCയുടെ അംഗങ്ങളുടെ ശമ്പളം കൊടുക്കുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. എന്നാൽ ഇവിടെ സംസ്ഥാന PSCയുടെ കാര്യത്തിൽ ഇവർക്ക് ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുമാണ്. അവിടെ എന്താണ്, UPSC ആയതുകൊണ്ട്, കേന്ദ്രം ആയതുകൊണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ശമ്പളം കൊടുത്തു. ഇവിടെ ആയപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നുമാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ശമ്പളം നൽകുന്നത്. ഇനി എപ്പോഴും നമ്മൾ യൂഷ്വലി ചോദിക്കുന്നത് പുനർനിയമനത്തിന് സാധ്യമാണോ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ സംസ്ഥാന PSC ചെയർമാനോ അംഗങ്ങൾക്കോ, പറയുന്നത് ശ്രദ്ധിച്ചോളൂ, സംസ്ഥാന PSC ചെയർമാനോ അംഗങ്ങൾക്കോ, സംസ്ഥാന PSC ചെയർമാനാണെങ്കിലും അംഗങ്ങളാണെങ്കിലും, ചെയർമാനാണെങ്കിലും അംഗങ്ങളാണെങ്കിലും ഇവർക്ക് കാലാവധിക്ക് ശേഷം ഇവർക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ UPSCയുടെ ചെയർമാനാവാം. ഓക്കെ, UPSCയുടെ ചെയർമാനാവാം, അല്ലെങ്കിൽ UPSCയുടെ ചെയർമാനോ അല്ലെങ്കിൽ അംഗമാവാനുള്ള യോഗ്യതയുണ്ട്. ഓക്കെ, സംസ്ഥാന PSCയിലെ ചെയർമാനോ അംഗങ്ങളോ കാലാവധിക്ക് ശേഷം അവർക്ക് UPSCയുടെ ചെയർമാനോ അംഗമോ ആവുന്നതിൽ തടസ്സമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാനോ അംഗമാവുന്നതിൽ തടസ്സമില്ല. UPSC ചെയർമാനോ അംഗമാവാം, മറ്റ് സംസ്ഥാനങ്ങളിലെ ചെയർമാനോ അംഗമാവാം. എന്നാൽ മൂന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക, ഇവർക്ക് ഒരേ സ്ഥാനത്ത് വീണ്ടും എന്താണ്, പുനർനിയമനം എന്ന് പറയുന്നത് സാധ്യമല്ല. അതായത് സാധ്യമല്ല എന്നുള്ളതാണ് കേട്ടോ, സാധ്യമല്ല, പുനർനിയമനം സാധ്യമല്ല. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് PSC, സംസ്ഥാന PSCയിലെ ചെയർമാനും അംഗവും കാലാവധിക്ക് ശേഷം, ഇപ്പൊ ചെയർമാൻ ആണെങ്കിൽ അതേ സ്ഥാനത്ത് തുടരുക, അല്ലെങ്കിൽ അംഗമാണെങ്കിൽ വീണ്ടും അതേ സ്ഥാനത്ത് തുടരുക, അങ്ങനെ പറ്റത്തില്ല. പുനർനിയമനം ഇവർക്ക് സാധ്യമല്ല. പക്ഷെ സ്റ്റേറ്റ് PSCയിലെ ചെയർമാനും അംഗങ്ങൾക്കും എന്താവാം? UPSC ചെയർമാനോ അംഗമോ ആയിട്ട് മാറാം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തെ ചെയർമാനോ അംഗമോ ആയിട്ട് മാറാനുള്ള അനുവാദമുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസ്ഥാന PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഈ സംസ്ഥാന PSC, UPSC ഒക്കെ വരുന്നതിന് മുൻപ്, നമുക്ക് സംസ്ഥാന PSC വരുന്നതിന്, കേരള PSC വരുന്നതിന് മുൻപ് നമുക്ക് തിരുവിതാംകൂർ PSC ഉണ്ടായിരുന്നു അല്ലേ, തിരുവിതാംകൂർ PSC. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ കേരള PSC വരുന്നതിന് മുൻപ് എങ്ങനെയാണ് നമ്മുടെ കേരള PSCയിലോട്ട് വന്നത്, ആ ഒരു നാൾ വഴികൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സോ ആദ്യം നമുക്ക് തിരുവിതാംകൂർ PSCയുടെ കാര്യം. ഓക്കെ, തിരുവിതാംകൂർ PSC എപ്പോഴാണ് വരുന്നത്? 1936 ജൂൺ 14 ഫോം ചെയ്യുന്നത്. തിരുവിതാംകൂർ PSC ഫോം ചെയ്യുന്നത് 1936 ജൂൺ 14 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ PSC വരുന്നത്. 1936 ജൂൺ 14. ഈ തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് കമ്മീഷണർ, ആദ്യത്തെ കമ്മീഷണർ എന്ന് പറയുന്നത് GD നോക്സ് ആണ്. GD നോക്സ് ആണ് തിരുവിതാംകൂർ PSCയുടെ ആദ്യത്തെ കമ്മീഷണർ. ഓക്കെ, ഈ പറയുന്ന തിരുവിതാംകൂർ PSCയുടെ പ്രവർത്തനം എവിടം മുതൽ എവിടം വരെയായിരുന്നു? 1936 മുതൽ 1949 വരെയാണ് തിരുവിതാംകൂർ PSCയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ഓക്കെ,
ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വരുന്നുണ്ട്? കൊച്ചിൻ PSC വരുന്നുണ്ട് കേട്ടോ. കൊച്ചി രാജ്യത്ത് പൊതു നിയമനം നടത്തുവാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ടതാണ് കൊച്ചിൻ PSC. കൊച്ചിൻ PSC രൂപം കൊണ്ട വർഷം 1947 അതൊരു 3 അംഗ കമ്മിറ്റി ആയിരുന്നു. 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കൊച്ചിൻ PSC 1947. അതിനുശേഷം 1949 ജൂലൈ 1 എന്ത് സംഭവിച്ചു? 1949 ജൂലൈ 1 തിരുകൊച്ചി സംയോജനം രൂപീകരിച്ചു അല്ലെ. തിരുകൊച്ചി സംയോജനം നടന്നു. തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ചേർന്ന് തിരുകൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1 അപ്പോൾ തിരുകൊച്ചി സംയോജനം നടന്ന സമയത്ത് തിരുകൊച്ചി PSC എന്നും പറഞ്ഞു വന്നു. 1949 ജൂലൈ 1 എന്ത് സംഭവിച്ചു? തിരുകൊച്ചി PSC വന്നു കേട്ടോ. തിരുകൊച്ചി PSC രൂപം കൊള്ളുന്നത് 1949 ജൂലൈ 1 തിരുകൊച്ചി PSC വന്നത്. അതിലും 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തിരുകൊച്ചി PSCയിലും 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണം, ചോദിക്കാറുണ്ട്. ചെയർമാൻ ആരായിരുന്നു? CV കുഞ്ഞിരാമനായിരുന്നു. CV കുഞ്ഞിരാമനായിരുന്നു തിരുകൊച്ചി PSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. CV കുഞ്ഞിരാമൻ. ഓക്കെ. ഇത് കഴിഞ്ഞ് തിരുകൊച്ചി PSC എല്ലാം രൂപീകരിച്ചതിന് ശേഷം അവസാനമാണ് എന്ത് വരുന്നത്? കേരള PSC വരുന്നത്. നമ്മുടെ കേരള PSC വരുന്നത്. അപ്പോൾ കേരള PSC വരുന്നത് എപ്പോഴാണ്? 1956 നവംബർ 1. 1956 നവംബർ 1 കേരള PSC രൂപം കൊണ്ടു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? VK വേലായുധൻ. VK വേലായുധനായിരുന്നു കേരള PSCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിലെ കേരള PSCയുടെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാ? ഡോക്ടർ MR ബൈജു ആണ് നിലവിലെ കേരള PSCയുടെ ചെയർമാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. തിരുവിതാംകൂർ PSC വന്നത് 1936 ജൂൺ 14 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിൽ. ആദ്യത്തെ അതിൻ്റെ കമ്മീഷണർ GD നോക്സ് ആയിരുന്നു. 1936 മുതൽ 1949 വരെയായിരുന്നു പ്രവർത്തനം. ദെൻ കൊച്ചിൻ PSC രൂപം കൊണ്ടത് 1947 അത് കഴിഞ്ഞ് തിരുകൊച്ചി സംയോജനം നടന്നു. അങ്ങനെ തിരുകൊച്ചി PSC 1949 ജൂലൈ 1 രൂപീകരിച്ചു. 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ചെയർമാൻ CV കുഞ്ഞിരാമൻ ആയിരുന്നു. ദെൻ കേരള PSC 1956 നവംബർ 1 രൂപീകരിച്ചു. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് VK വേലായുധനായിരുന്നു. നിലവിലെ കേരള PSCയുടെ ചെയർമാൻ ആരാ? ഡോക്ടർ MR ബൈജു എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി കേരള PSCയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ചോദിക്കാം. സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാജു ജോർജ് ആണ് കേട്ടോ. സാജു ജോർജ് ആണ് കേരള PSCയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ്? സാജു ജോർജ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ പറഞ്ഞ കേരള PSCയുടെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അത് കൂടാതെ നമുക്ക് JSPSCയെ കുറിച്ചും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. JSPSC എന്താണ്? JSPSC എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ജോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായിട്ട് നിയമനം നടത്തുവാനുള്ളതാണ് ഈ ജോയിന്റ് PSC എന്ന് പറയുന്നത്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായി നിയമനം നടത്തുന്നതിനുള്ള സ്ഥാപനമാണ് ജോയിന്റ് PSC. അപ്പോൾ ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് JSPSC എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക. JSPSC എന്നാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമ സംവിധാനം വഴിയാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ JSPSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ്. നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാലും പ്രസിഡന്റ് ആണ്. ദെൻ ഇവർ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിന് തന്നെയാണ്. ഈ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ആരാ? പ്രസിഡന്റ് ആണ്. ഇവരുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും പ്രസിഡന്റ് ആണ്. എന്നാൽ ഇവര് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ അത് ഗവർണർക്കാണ്. കാരണം നമ്മൾ പറഞ്ഞു 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട്
പൊതുവായി നിയമനം നടത്തുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സംസ്ഥാനങ്ങൾക്കാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളുടെ ഗവർണർക്കായിരിക്കും ഇവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുക. ഓക്കെ. അപ്പോൾ JSPSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാജി സമർപ്പിക്കുന്നത് പ്രസിഡന്റിന്, എണ്ണം തീരുമാനിക്കുന്ന പ്രസിഡന്റ്, സേവന വ്യവസ്ഥ തീരുമാനിക്കുന്നത് പ്രസിഡന്റ്. പക്ഷെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതത് സംസ്ഥാനങ്ങളുടെ ഗവർണർക്കായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ JSPSC എന്ന് പറയുമ്പോൾ 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനമാണെന്നല്ലേ പറഞ്ഞത്, പൊതുവായിട്ടുള്ള നിയമനം. അപ്പോൾ ഈ JSPSCക്ക് എക്സാമ്പിൾ ആണ് പഞ്ചാബ്, ഹരിയാന എന്നിവയ്ക്ക് വേണ്ടിയിട്ട്, പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടെ വേണ്ടിയിട്ട് ഒരു JSPSC ഉണ്ടായിരുന്നു പാസ്റ്റാണ്, ഇപ്പം നിലവിലില്ല കേട്ടോ. പഞ്ചാബിനും ഹരിയാനയ്ക്കും വേണ്ടിയിട്ട് ജോയിൻറ്റ് PSC ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ജോയിൻറ്റ് PSCയിൽ ഇവിടെയുള്ള അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. നമ്മുടെ സ്റ്റേറ്റ് PSCയുടെ അതേ കാലാവധിയാണ് വരുന്നത്. എത്രയാണ് കാലാവധി? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് JSPSCയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സംസ്ഥാന സേവനങ്ങളുടെയും തസ്തികകളുടെയും കാര്യത്തിൽ ഗവർണർക്ക് നിയന്ത്രണങ്ങൾ വരുത്താമെന്ന് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഈ JSPSCയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സംസ്ഥാന സേവനങ്ങളുടെയും തസ്തികകളുടെയും കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളെല്ലാം ഗവർണർക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗവർണർ വരുത്തിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ പറഞ്ഞു എന്താണ്, സ്റ്റേറ്റ് PSCയുടെ കാര്യം പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ UPSCയുടെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശങ്ങൾ ആർക്ക് കൊടുക്കാം, രാഷ്ട്രപതിക്ക് കൊടുക്കാം. പക്ഷെ 14 ദിവസത്തേക്ക് പാർലമെന്റിൽ അത് നിർദ്ദേശങ്ങൾ വയ്ക്കണം. എന്നിട്ട് അത് ഭേദഗതി വരുത്തുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്യുന്നത് പാർലമെന്റ് ആണെന്ന്. അതേപോലെ തന്നെ ഗവർണർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സംസ്ഥാന കാര്യങ്ങൾ, സംസ്ഥാന PSCയുടെ കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ, JSPSCയുടെ കാര്യത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം ഗവർണർക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ സംസ്ഥാന നിയമസഭയിൽ കുറഞ്ഞത് 14 ദിവസത്തേക്ക് ഇത് വയ്ക്കണം. ഓക്കെ. 14 ദിവസത്തേക്ക് വെച്ചിട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് എന്ത് ചെയ്യാം, അവ ഭേദഗതി വരുത്തുകയോ റദ്ദാക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവകാശം കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സംസ്ഥാന PSCയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് ചെയ്യാൻ പറ്റുക, ഗവർണർക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം. 14 ദിവസത്തേക്ക് നിയമസഭയിൽ വയ്ക്കണം. എന്നിട്ട് നിയമസഭയാണ് അത് റദ്ദാക്കണോ അല്ലെങ്കിൽ ഭേദഗതി വരുത്തണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് UPSC അതുപോലെ തന്നെ PSCയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്.